नूर वाला आया है, नूर लेकर आया है, नूर वाला आया है, नूर लेकर आया है, सारे आलम पे ये देखो कैसा नूर छाया है। अस्सलातु वस्सलामु अलैका या रसूल अल्लाह, अस्सलातु वस्सलामु अलैका या हबीब अल्लाह। हमको बुलाना या रसूल अल्लाह, 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 हमको बुलाना या हबीब अल्लाह, हबीब अल्लाह। السلام عليكم ورحمة الله وبركاته. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. صدق الله مولانا العظيم وصدق ما مضى ظن العنكبوت على خير البرية لم تنسج ولم تهمي. وقاية الله أغنت عن مضاعفتي من الدروع وأن آل من الأطم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا محمد. ചോരയിൽ കുതിർന്ന കണ്ണീരുമായി ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഖസീദത്തുൽ ബുർദയുടെ ആശയതലങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ 10 ദിവസം കൊണ്ട് അതിന്റെ ഒരു കാൽ ഭാഗം പോലും എത്താതെ ഞങ്ങൾ ക്ഷീണിക്കുകയാണ്. അവിടെയാണ് ഇമാം ബൂസീരി പറഞ്ഞ ഫഇന്ന ഫദ്ല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻഹു നാതിഖുൻ ബിഫമി എന്നത് ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത്. ഹബീബുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഹബീബിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ എത്ര പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വലിയ വിശാലമായ പരന്നു കിടക്കുന്ന ആഴമേറിയ ഒരു വലിയ കടലാണ്, സാഗരമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അറിയാവുന്ന വിഷയം ഒന്നുകൂടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം ബൂസീരി പറഞ്ഞതുപോലും എവിടെയും എത്തിയിട്ടില്ലെന്നതാണ് സത്യം. എന്നാൽ ആ ബൂസീരി ഇമാം പറഞ്ഞതിന്റെ ഭാഗത്ത് പോലും നമുക്കത് വിശദീകരിക്കുമ്പോൾ എത്തിക്കാൻ, അതിന്റെ ഒരു ഭാഗം പോലും ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ സദുദ്യമത്തിന് വേണ്ടിയാണ് നാം മുതിർന്നിരിക്കുന്നത്. ആയതുകൊണ്ട് പടച്ചതമ്പുരാൻ നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിച്ച് ഹബീബിനെ സ്നേഹിച്ചത് കാരണം സ്വർഗം ലഭിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 7 ദിവസത്തെ പ്രഭാഷണം
2 ദിവസവും കൂടെ കൂട്ടി നാം നവദിനമാക്കി നീട്ടിയിട്ടും എവിടെയും എത്തിക്കാൻ സാധിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെയും കൂടെ ഉള്ളുവല്ലോ നമ്മുടെ സദസ്സ് എന്ന ആ ഒരു തിരിച്ചറിവ് കൊണ്ട് ഇന്ന് പരമാവധി വിഷയങ്ങൾ നമുക്ക് തള്ളി നീക്കണം. അതേസമയം വിശദീകരണമില്ലാതെ വരികൾ മാത്രം പോകുന്നതിൽ വിഷമവുമുണ്ട്. സംഭവങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകൾ സദസ്സിലിരിക്കുന്നുണ്ട്. എല്ലാം ചില സൂചനകൾ മാത്രമാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി നൽകുന്നത്. അതൊക്കെ വിശദീകരിക്കുമ്പോഴേക്ക് ഒരുപാട് സംഭവങ്ങൾ അതിനൊക്കെ പറയുമ്പോഴേക്ക് സമയം പിടിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് വരികൾ വളരെ പ്രധാനപ്പെട്ട വരികൾ, എല്ലാം പ്രധാനപ്പെട്ടതാണ്, ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് നോക്കുമ്പോൾ തോന്നുന്നു. എന്നാലും ഏറെക്കുറെ അത്യാവശ്യമെന്ന് തോന്നുന്ന വരികൾ മാത്രം എടുത്താണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നാളെ തൊട്ട് ഒറ്റ ഒരു ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. നാളത്തെ ഒരൊറ്റ ദിവസം എന്നതുകൊണ്ട് യാ അക്രമൽ ഖൽഖി മാ ലീമൻ അരൂദു ബിഹി എന്നത് തൊട്ടുള്ള നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി നമ്മുടെ ആവശ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹു ബർക്കത്ത് കൊണ്ട് പൊറുക്കാൻ വേണ്ടി സമർപ്പിക്കുന്ന ആ ബൈത്ത് മുതൽ നമുക്കൊക്കെ എപ്പോഴും കാണാതെ അറിയാവുന്ന, പലർക്കും യാ അക്രമ ബൈത്ത് ബുറുദയുടെ ബാക്കിയാണെന്ന് പോലും അറിയാത്തവർ പലപ്പോഴും ഉണ്ട്. സാധാരണക്കാരുടെ കൂട്ടത്തിൽ അങ്ങനെ ചിലരൊക്കെ യാക്രമ ബൈത്ത് വേറെ ഒന്നും ബുറുദ വേറെ ഒന്നുമായിട്ട് മനസ്സിലാക്കി പോയിട്ടുണ്ട്. കാരണം അത്രത്തോളം യാ അക്രമ ബൈത്ത് എല്ലാവരും മനഃപ്പാടമാക്കി വെച്ചതാണ്. അതുകൊണ്ട് അതിൽ പെട്ട ഏതാനും വരികളായിരിക്കും നാളെ ചർച്ച ചെയ്യുക. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളും അമാനുഷിക ശക്തികളും ആ അമാനുഷിക കഴിവുകൾ പറയുന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ മുഴുവനായി പറയാൻ കഴിയില്ല. കാരണം 2 പേജ് മുഅ്ജിസത്തുകൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഖുർആനിന്റെ ഷറഫ്, ഖുർആനിന്റെ പവർ, ഖുർആനിന്റെ മഹത്വം, ഇത് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി 2 പേജ് അതും പറയുന്നുണ്ട്. അതുപോലെ ഇസ്രാ മിഅ്റാജ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏകദേശം 1.5 പേജോളം അതും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെ വിശദീകരിക്കും? അതുകൊണ്ട് ഈ 3 വിഷയങ്ങളിലെയും ഏതാനും ചില വരികളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് തുടങ്ങുകയാണ്. ഇന്നലെയൊക്കെ പറഞ്ഞത് റസൂലുള്ളാഹിയുടെ ജന്മസമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് മുമ്പുണ്ടാകുന്ന സംഭവങ്ങൾക്ക് ഇർഹാസാത്ത് എന്നാ പറയുക. ആ അത്ഭുത സംഭവങ്ങളാണ് ഇന്നലെ പറഞ്ഞത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിന്റെ, പ്രവാചകത്വം ലഭിച്ചതിന്റെ ശേഷമുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾ, ഇതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. എന്നാൽ ഇതും നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിലും ഇർഹാസാത്തിൽപ്പെട്ട അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പുണ്ടായ ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലേക്കും സൂചന നൽകുന്നുണ്ട്. ശേഷവും സംഭവിച്ചിട്ടുണ്ട്. അതാണ് മരങ്ങൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് സുജൂദിലായി വന്നു കിടന്നു എന്ന് പറയുന്നത്. മരങ്ങൾ ഹബീബിന്റെ മുമ്പിലേക്ക് സുജൂദിലായി വന്നു കിടന്നു എന്ന് പറയുന്നത് ആ ഭാഗത്തിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി അതിനെ കവിതയായി രചിച്ചത് ജാഅത്ത് ലിദൗവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറയുന്നു, ജാഅത്ത് ലിദഅവതിഹി, ഹബീബ് വിളിച്ചപ്പോൾ വന്നു. ജാഅത്ത് ലിദഅവതിഹി, നബിയുടെ വിളിക്കുത്തരം കേട്ടു വന്നു. അൽ-അശ്ജാറു, വൃക്ഷങ്ങളും മരങ്ങൾ നബി വിളിച്ചപ്പോൾ നബിയുടെ അടുത്തേക്ക് വന്നു. സാജിദതൻ, സാഷ്ടാംഗം നമിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വിനയപൂർവം അവ വന്നു. അല്ല, വന്ന് സുജൂദിൽ വീണ രംഗങ്ങളുമുണ്ട്. സാജിദതൻ, വിനയത്തോടുകൂടെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് സുജൂദിലായിട്ട് അവർ വരുന്നു. മരങ്ങൾ നബി തങ്ങൾ വിളിച്ചപ്പോൾ എങ്ങനെയാ വന്നത്? തംശീ ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി, നബിതങ്ങളിലേക്ക് ആ മരങ്ങൾ നടന്നു വരുന്നു. അലാ സാഖിൻ ബിലാ ഖദമി, നമ്മൾ നടക്കുന്നത് നമുക്ക് പാദമുണ്ടായതുകൊണ്ടാണ്. നമ്മുടെ കാൽപാദം നമുക്കുള്ളത് കൊണ്ടാണ്. കാലിന് പാദമുണ്ട്. പാദമില്ലെങ്കിൽ നേരെ നിൽക്കുന്ന കാലിൽ നമുക്ക് നടക്കാൻ കഴിയില്ല. എന്നാൽ പാദമില്ലാത്ത വെറും തണ്ടം കാലിലും
പാദമില്ലാത്ത തണ്ടം കാല് പോലെയാണല്ലോ മരങ്ങൾ നേരെ ഉയർന്നു നിൽക്കുന്ന ലംബമായ രൂപത്തിൽ. അങ്ങനെ തന്നെ മരങ്ങൾ നടന്നു വന്നു. തംശീ ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി, പാദങ്ങളില്ലാത്ത കാലില് ആ വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോൾ നബി തങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇതൊരു വലിയ അത്ഭുതമായി പറയുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ ഒരു സദസ്സിൽ ഹബീബ് ഇങ്ങനെ ഇരിക്കുമ്പോ നബി തങ്ങളുടെ അടുത്തേക്ക് ഒരു അഅറാബി ഇങ്ങനെ കയറി വരുന്നു. ആ അഅറാബി വിശ്വസിച്ചിട്ടുണ്ട്. അടുത്ത് വിശ്വസിച്ച നവമുസ്ലിമാൻ ഈ പുതുമുസ്ലിമായ അഅറാബി കയറി വന്നിട്ട് പറയുന്നു, അരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീനൻ യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം. അസ്ദാദു ബിഹി യഖീന, ആ അത്ഭുതം നിങ്ങൾ കാണിച്ചു തരുന്നതോടുകൂടെ ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പറഞ്ഞതാണ്, ഇന്നി അസ്ലംതു ഫഅരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീനൻ യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് വന്നതാണ്, മുസ്ലിമായി അങ്ങയെ സമീപിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം. അസ്ദാദു ബിഹി യഖീന, ആ അത്ഭുതം കാണുമ്പോൾ, ആ മുഅ്ജിസത്ത് കാണുമ്പോ എന്റെ ഈമാൻ ഒന്നുകൂടെ തറോ ആകും. അതിന് പറ്റുന്ന ഒരു ഈമാൻ, അതിന് പറ്റുന്ന ഒരു അത്ഭുത സംഭവം എനിക്ക് ഇങ്ങോട്ട് കാണിച്ചു തരണം, ഒന്നും കൂടെ ഈമാൻ ഇങ്ങോട്ട് കട്ടിയാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് എന്തു വേണം? അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, നിനക്ക് എന്തു വേണം അതിങ്ങ് പറ, എന്താ ഞാൻ നിനക്ക് കാണിച്ചു തരേണ്ടതെന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം പറയുന്നു, നബിയേ അങ്ങ് ദൂരെ നിൽക്കുന്ന ആ മരമില്ലേ, ദൂരെ കാണുന്ന ആ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരം, അത് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങു വരണം, നിങ്ങളുടെ മുമ്പിൽ വന്ന് സുജൂദിലായി വീഴണം, എന്നാൽ അതോടുകൂടെ ഞാൻ നിങ്ങളെ വിശ്വസിക്കുമെന്ന് ഞാൻ നിങ്ങളിൽ വിശ്വസിച്ച ആ വിശ്വാസം ഒന്നും കൂടെ അതിന് മാറ്റുകൂടും നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ചൊല്ല്, നീ തന്നെ നടക്ക്, ആ മരത്തിന്റെ അടുത്ത് ചെന്ന് ആ മരത്തെ തൊട്ട് നീ പറയണം, യാ ശജറതു അജീബി റസൂലല്ലാഹ്, വൃക്ഷമേ നിന്നെ നിന്റെ ഹബീബ് വിളിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ടെന്ന് പറയണം, അള്ളാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നുണ്ടെന്ന് പറയണം, വരും ആ വൃക്ഷം, നീ ചെന്ന് പറഞ്ഞാൽ മതി. ഈ മനുഷ്യൻ പോയി ആ മരത്തെ തൊട്ടിട്ട് പറഞ്ഞു, യാ ശജറതു അജീബി റസൂലല്ലാഹ്, വൃക്ഷമേ നിന്നെ അള്ളാഹുവിന്റെ തിരുദൂതർ വിളിക്കുന്നുണ്ട്, അതിന് ഉത്തരം ചെയ്യണം. ഉടനെ തന്നെ മരം വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും മരമൊന്നങ്ങിളകി ആടി ഉലഞ്ഞതിന്റെ വേരറുത്തുകൊണ്ട് അതാ മരം നടന്നു വരുന്നു. മനുഷ്യൻ നടക്കുന്നത് പോലെ ലംബമായി നടക്കുന്നു. തംശീ ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി കഅന്നമാ സതറൻ ലിമാ കതബത് ഫുറൂഉഹാ മിൻ ബദീഇൽ ഖത്തി ബിൽ ലഖമി, നടുവഴിക്ക് വൃത്തിയുള്ള എഴുത്ത്, ആ മരത്തിന്റെ ചില്ലകളെ കൊണ്ട് എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള വളയാത്ത തിരിയാത്ത ഒരു നേർരേഖ എന്ന് വരഞ്ഞതുപോലെയുണ്ട്. കഅന്നമാ സതറൻ ലിമാ കതബത് ഫുറൂഉഹാ, എന്താണ് ഇമാം ബൂസിരി പറഞ്ഞത്? ആ മരം വന്ന നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടി വളയുക പോലും ചെയ്തിട്ടില്ല. നേരെ കഅന്നമാ സതറത്തു സതറൻ, അതൊരു നേർരേഖ അങ്ങ് വരച്ചതുപോലെയുണ്ട്. ലിമാ കതബത്ത് ഫുറൂഉഹാ, ഈ മരത്തിന്റെ ചില്ലകൾ കൊണ്ട് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ. കാരണം അന്നൊക്കെ പേനകളായി ഉപയോഗിക്കുന്നത് മരച്ചില്ലകളാണ്. അപ്പൊ പേന പിടിച്ച് എഴുതാൻ, ഈ മരത്തിന്റെ ചില്ലകൾ പൊട്ടിച്ച് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ വളയാതെ എഴുതണമെങ്കിൽ, മിൻ ബദീഇൽ ഖത്തി, വൃത്തിയുള്ള എഴുത്തെഴുതണമെങ്കിൽ, വൃത്തിയുള്ള എഴുത്തെഴുതണമെങ്കിൽ ഒരു വരയുണ്ടായിരിക്കണം. നാം കോപ്പിയിൽ എഴുതി പഠിക്കാറുണ്ട്, നേർരേഖയിൽ വരയുള്ള പുസ്തകത്തിൽ എഴുതാറുണ്ട്, വരയാതിരിക്കാൻ. അപ്പോൾ മരച്ചില്ലകൾക്ക് എഴുതാൻ, വൃത്തിയുള്ള എഴുത്ത് എഴുതാൻ പറ്റുന്ന പാകത്തിൽ ഒരു നേർരേഖയായിട്ട് നടുവഴിക്ക് വലിയ ഒരു വര, ഒരു വലിയ നേർരേഖ അങ്ങ് സൃഷ്ടിച്ചു. ഈ മരം പോയ വഴിക്ക്
അത്രയും ഭംഗിയായിട്ട് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ആ മരം വന്നത്. അങ്ങനെ ഈ മരം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സുജൂദിലായി അങ്ങ് വീഴുന്നു. ആ സമയത്ത് ഈ അഅറാബി പറഞ്ഞു, ഹസ്ബി ഹസ്ബി യാ റസൂലല്ലാഹ്, മദി നബിയേ മദി, എമ്പാടും മദി നബിയേ, എനിക്കെമ്പാടും മതിയായിട്ടുണ്ട്, എന്റെ ഈമാൻ ശരിക്കുറച്ചിട്ടുണ്ട് നബിയേ. ഉറപ്പിച്ചങ്ങ് പറഞ്ഞു, ഇനിയൊരു പോരായ്മയുമില്ല റസൂലേ. ഹസ്ബി ഹസ്ബി യാ റസൂലല്ലാഹ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? ഈ മരം അവിടെ തന്നെ പോയി നിൽക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു, ആ മരത്തോട് വന്നിടത്ത് തന്നെ പോയി നിന്നോ. അതേ രൂപത്തിൽ അത് തിരിച്ചുപോയി ആ സ്ഥലത്ത് തന്നെ പൂർവ്വസ്ഥിതിയിൽ അത് നിലയുറപ്പിച്ചു. ഇത് ബൈത്താക്കി പറഞ്ഞതാണ് മഹാനായ. ഇത് ഒരു സംഭവം മാത്രമല്ല, വേറെയും ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ നബിതങ്ങളിലേക്ക് സുജൂദിലായി വന്നു എന്ന് പറഞ്ഞത് വേറെയും രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബിതങ്ങളുടെ മുമ്പിലേക്ക് മരങ്ങൾ ചാഞ്ഞു വന്നു എന്നത് വേറെയും സംഭവങ്ങളുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ, പിന്നെ അവിടെ സംശയിക്കാൻ വകുപ്പില്ലല്ലോ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ദഹബ യഖ്ദി ഹാജത്തുൽ ഇൻസാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോയി. മലമൂത്ര വിസർജനത്തിനെന്തിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി എന്ന് സങ്കല്പിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനദറ ഫലം യജിദ് ശൈഅൻ യസ്തതിറു ബിഹി, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു മറ വേണമല്ലോ മുമ്പിൽ, അത് കിട്ടിയില്ല റസൂലുള്ളാഹിക്ക്. ആ മരുഭൂമിയിൽ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കി, ഒന്ന് മറഞ്ഞിരിക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുമാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ നോക്കി, നാലുപാടും ഇങ്ങനെ നോക്കി, എന്തെങ്കിലും ഉണ്ടോ. വഇദാ ബിശജറതൈനി ബിശാതിഇൽ വാദി, ഇതാ ഈ വാദിയുടെ വക്കത്ത് രണ്ട് വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. രണ്ടു ഭാഗത്ത്, ഈ തെരുവിന്റെ രണ്ടു ഭാഗത്തായി രണ്ട് വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അല്പം ദൂരെയായിട്ട് നിൽക്കുന്ന രണ്ട് വൃക്ഷങ്ങൾ എന്നർത്ഥം. അത് മറയാക്കണമെങ്കിൽ അത് തൊട്ടടുത്തേക്ക് വരണം. അതിന്റെ മരത്തില്ലകൾ പരസ്പരം കോർത്ത്, കൊമ്പുകൾ കോർത്ത് തൂങ്ങി നിന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന് ആ മറയിൽ തന്റെ ആവശ്യം നിർവഹിക്കാം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? അതാ നബി തങ്ങൾ ആ രണ്ടു മരത്തിൽ ഒരു മരത്തിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അതിന്റെ ഒരു ചില്ല അള്ളാഹുവിന്റെ ഹബീബ് പിടിച്ചു. ആ മരക്കൊമ്പിൽ, ആ മരത്തിന്റെ കൊമ്പിൽ നിന്നൊരു കൊമ്പ് പിടിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇൻകാദി മഈ, എന്റെ കൂടെ അനുസരണം കാണിക്കണം, ഞാൻ വിളിച്ചിടത്തേക്ക് വരണം. അതാ മരം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ വരുന്നു. കണ്ടോ നിങ്ങൾ, ഇതാണ് ഇതൊന്നും ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി എന്തോ ഒരു ഭ്രാന്തിൽ എഴുതിയ കവിതകളാണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തിന്റെ തുല്ലയിങ് പിടിച്ചപ്പോ അതാ മരം റസൂലുള്ളാഹിയുടെ കൂടെ വരുന്നു. ഇൻകാദി മഈ ബിഇസ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതിയുണ്ട് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പം ഫങ്കാദതു മഅഹു ഹത്താ അതശജറത്തുൽ ഉഖ്റാ, ആ മരം അല്ലാഹുവിന്റെ റസൂല് അതാ അതിന്റെ ഒരു കൊമ്പ് പിടിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മൃഗത്തിന്റെ കയറും പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ. അങ്ങനെ ഹത്താ അതശജറത്തുൽ ഉഖ്റാ, മറ്റേ മരത്തിന്റെ അടുത്തെത്തി. മറ്റേ മരത്തിന്റെ അടുത്തേക്കെത്തി. എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആ മരത്തിന്റെ അടുത്ത് ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആ മരത്തിന്റെ പാഹദ ബിബാബി അഫ്സാനിഹ, അതിന്റെ ഒരു കൊമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. ഇടത്തെ കൈ കൊണ്ട് അതിന്റെ ഒരു കൊമ്പും പിടിച്ചു, വലത്തെ കൈയിൽ ഇതിന്റെ കൊമ്പുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ദാ എനിക്ക് ഒന്ന് മൂത്രമൊഴിക്കണം, അതിനൊരു മറ അത്യാവശ്യമാണ്, നിങ്ങൾ രണ്ടാളും ഒന്ന് സഹകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വൃക്ഷ ശിഖരങ്ങളോട് പറയുകയാണ്. ഈ വൃക്ഷത്തിന്റെ കൊമ്പുകളോട് പറഞ്ഞ സമയത്ത് അവരെന്തു ചെയ്തു? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ അതും വന്നു. വഖാല ലഹുമാ, നബി തങ്ങൾ അവരോട് രണ്ടുപേരോടും പറഞ്ഞു, ഇൽതഇമാ അലയ്യ ബിഇസ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി ഒന്ന് കൂടി നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫൽതഅമതാ, അവർ രണ്ടുപേരും ഒട്ടിച്ചേർന്ന് കൂടി നിന്നു.
സുമ്മ ബഅദ ഇൻഖിദാഇ ഹാജതിഹി ഇഫ്തറഖതാ. നബി തങ്ങളുടെ ആവശ്യ നിർവഹണം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അതുപോലെ രണ്ട് ധ്രുവങ്ങളിലേക്ക് അകന്നൊറ്റപ്പെട്ടു നിന്നു. നോക്കൂ, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണിത്. രണ്ടുപേരും അതാ വീണ്ടും എഴുന്നേറ്റു നിന്നു, ചാഞ്ഞു നിന്ന മരങ്ങൾ. എന്നിട്ട് അവർ പോയി അതാ അവരവരുടെ സ്ഥലത്ത് നിലയുറപ്പിക്കുന്നു. ഇത് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയുടെ പാട്ടിലിവിടെ ഓവർ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി അതാ വീണ്ടും തുടരുകയാണ്. മിസ്ലൽ ഗമാമതി അന്നാസാറ സായിറതൻ തഖീഹി ഹർറവതി സില്ലുൽ ഹജീരി ഹമീ. ഈ മരങ്ങൾ വന്നത് ഏതുപോലെയാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് വിളിച്ചപ്പം മരങ്ങൾ വന്നു എന്ന് പറയുന്നത് മറ്റൊരത്ഭുതവും കൂടെ പറയാനുണ്ട്. അതിലേക്കങ്ങ് തട്ടിക്കാണ് ബഹുമാനപ്പെട്ടവര്. മിസ്ലൽ ഗമാമതി, മേഘം റസൂലുള്ളാഹിന്റെ കൂടെ വന്നതുപോലെ. മിസ്ലൽ ഗമാമതി, മേഘം പലപ്പോഴും റസൂലുള്ളാഹിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് തണലിട്ട് കൊടുക്കാൻ വേണ്ടി മേഘം റസൂലുള്ളാഹിയുടെ കൂടെ സഞ്ചരിക്കുന്നു. അതാ മിസ്ലൽ ഗമാമതി അന്നാസാറ സായിറതൻ. അന്നാസാറ, അല്ലാഹുവിന്റെ ഹബീബ് എങ്ങോട്ട് സഞ്ചരിക്കുന്നോ, എങ്ങനെ പോകുന്നോ, വളഞ്ഞു തിരിഞ്ഞു പോകുകയാണെങ്കിൽ അങ്ങനെ മേഘവും കളിക്കും. ഇങ്ങോട്ടൊടിയുന്നെങ്കിൽ മേഘവും ഇങ്ങോട്ടൊടിയും, ഇങ്ങോട്ട് തന്നെ വരുന്നെങ്കിൽ മേഘവും ഇങ്ങോട്ട് വരും. എവിടെ പോകുന്നോ അവിടെയൊക്കെ, എങ്ങനെ സഞ്ചരിക്കുന്നോ അവിടെയൊക്കെ സായിറതൻ, മേഘവും കൂടെ സഞ്ചരിക്കുന്ന നിലയിലാണ്. അതേ രൂപത്തിൽ മേഘവും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സഞ്ചരിക്കുന്നു. തഖീഹി ഹർറവതി ഫിൽ ഹജീരി ഹമീ. ചുട്ടുപൊള്ളുന്ന മധ്യാഹ്നത്തിലെ വെയിൽ ചൂട്, ആ വെയിലിന്റെ ചൂട്, സൂര്യന്റെ ചൂട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാക്കാനാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാക്കാനാണ്. ഹർറവതീഫിൻ, നല്ല ചൂടുള്ള അടുപ്പിന്റെ ചൂട് അല്ലാഹുവിന്റെ ഹബീബിന് കാക്കണം. ലിൽ ഹജീരി ഹമീം, ചുട്ടുപൊള്ളുന്ന ഉച്ചസമയമാണ് ചുട്ടുപൊള്ളുന്ന മധ്യാഹ്ന സമയം. അപ്പോൾ അടുപ്പത്ത് തീയും കൂടെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചൂടുണ്ടാകും? ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മിസ്ലൽ ഗമാമതി, മേഘങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അന്നാസാറ സായിറതൻ. അല്ലാഹുവിന്റെ ഹബീബ് സഞ്ചരിക്കുന്നിടത്തൊക്കെ ഈ മേഘങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ തുണയായിട്ട്. ഇതും ഒരു അത്ഭുതമാണ്, ബഹുമാനപ്പെട്ടവർ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് മേഘം തണലിട്ട് കൊടുത്തു എന്നത് ഒരു വലിയ സംഭവമായി അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലേക്ക് അബൂ താലിബിന്റെ കൂടെ കച്ചവടത്തിന് പോകുന്ന അന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ നടന്നിട്ടുണ്ട്. നുബുവത്തിന്റെ ശേഷവും മുമ്പും ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അബൂ താലിബിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മറ്റു കുറേ ഖുറൈശി പ്രമുഖരുണ്ട്. ഒരുപാട് ഖുറൈശി പ്രമുഖരോടൊപ്പമാണ് ഫീ അസ്യാഹും മിൻ ഖുറൈശ് ഇലാ അൻ അശ്റഖു അലാ ബഹീറ റാഹിബ്. അങ്ങനെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഷാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തീയ പുരോഹിതനായ ബഹീറ എന്ന് പറയുന്ന പുരോഹിതന്റെ അടുത്തുകൂടെ ഇവർ യാത്ര പോകുന്നു. സാധാരണ പോകുന്നതാണ് ആ വഴിയിൽ. ബഹീറ എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹം വകാന ഫീ സൗമാതിഹി, അദ്ദേഹത്തിന്റെ ആരാധനാ മണ്ഡപത്തില് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വകാന ഫീ സൗമാതിഹി, അദ്ദേഹത്തിന്റെ ആരാധനാ മണ്ഡപത്തിലാണുള്ളത്, ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ മനുഷ്യന്റെ അടുത്തുകൂടെ നടന്നു പോകുന്ന സമയത്ത് ഈ ക്രിസ്തീയ പുരോഹിതന്റെ അടുത്ത് ഫനസലു അൻഹു, യാത്രയില് വഴിവക്കില് സാധാരണ ഒന്ന് റെസ്റ്റിനു വേണ്ടി, വിശ്രമത്തിന് വേണ്ടി ഇടത്താവളങ്ങളിൽ ഇറങ്ങാറുണ്ട്. അതേ രൂപത്തിൽ അന്ന് അവരിറങ്ങിയത് ഈ റാഹിബിന്റെ, ഈ പുരോഹിതന്റെ ബഹീറയുടെ അടുത്താണ്. അപ്പോ സാധാരണ ഇവർ പോകാറുണ്ട്, അവിടെ ഇടങ്ങാറുണ്ട്. പക്ഷേ ബഹീറ അത് ശ്രദ്ധിക്കാറില്ല. ഇന്ന് അങ്ങനെയല്ല. ഇവരവിടെ ഇറങ്ങിയപ്പോ അവരുടെ യാത്രാ സംഘങ്ങളും യാത്രാ സാമഗ്രികളൊക്കെ അവരവിടെ ഇറക്കി. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിനെ ആ കൂട്ടത്തിൽ കണ്ട ബഹീറ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ബഹീറ വരികയാണ്.
ഒരുപാട് ആളുകളുണ്ട്, സാധാരണ ഇവരിവിടെ ഇറങ്ങാറുണ്ട്, ഒന്ന് വിശ്രമിച്ച് നന്നായി റാഹത്തായിട്ട് അവർ തിരിച്ചു പോകാറ്, അത് യാത്ര തുടരാറുമുണ്ട്. പക്ഷെ അന്നൊന്നുമില്ലാത്ത ഒരു സ്വഭാവം. ബഹീറ തന്റെ ആരാധനാ മണ്ഡപത്തിൽ നിന്ന് ഇങ്ങനെ ഒരു യാത്രാ വിഭാഗം ഇവിടെ ഇറങ്ങി റെസ്റ്റ് എടുക്കുന്നത് കണ്ടപ്പോ അതൊന്ന് കാണാൻ വേണ്ടി വരികയാണ്. ബഹീറ വന്നു, എന്തിനിത് കാണാൻ? ഒന്ന് കാണട്ടെ എന്ന് കരുതി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാ ബഹീറ വരുന്നത്. കാരണം ബഹീറ വലിയൊരു അത്ഭുതം. ദൂരെ നിന്ന് ഒരു യാത്രാ സംഘം വരുമ്പം ബഹീറ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ഇറങ്ങാറില്ല. വകാനൂ യമുറൂന ബിഹി ഖബല ദാലിക ഫലാ യഖ്റുജു ഇലൈഹി. നേരത്തെയും ഈ റാഹിബിന്റെ ഈ പുരോഹിതനാകുന്ന ബഹീറയുടെ അടുത്തുകൂടെ ഇവർ പോകാറുണ്ട്, അവിടെ ഇറങ്ങാറുണ്ട്. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ടിറങ്ങി വരാറില്ല. വഫീ ഹാദിഹിൽ മർറതി ഖറജ ഇലൈഹിം വജഅല യതഖല്ലലുഹും. അതാ അദ്ദേഹം ഇങ്ങോട്ടിറങ്ങി വന്ന് അവരിൽ ആരോ ആ ആളിങ്ങനെ ചിക്കിക്കുത്തി അന്വേഷിക്കുന്നുണ്ട്, ആരോ തെരഞ്ഞു പിടിക്കുന്ന ഒരു സ്വഭാവം കാണുന്നു. അങ്ങനെ ഹത്താ ജാഅ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തെത്തി. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തെത്തിയപ്പോൾ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ചെറുപ്പക്കാരനാണ്, ചെറിയൊരു കുഞ്ഞാൻ. അതാ റസൂലുള്ളാഹി തങ്ങളെ കണ്ടിട്ട് ഈ ചെറിയ കുട്ടിയെ നോക്കിയിട്ട് ബഹീറ പറയുന്നു, ഹാദാ സയ്യിദുൽ ആലമീൻ, ഹാദാ റസൂലുള്ളാഹി യബ്അതുഹു റഹ്മത്തൽ ലിൽ ആലമീൻ. ഇത് ലോക നേതാവാണല്ലോ, ഇത് അള്ളാഹുവിന്റെ തിരുദൂതരാണല്ലോ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അള്ളാഹു നിയോഗിക്കാൻ പോകുന്ന മഹാനാണല്ലോ ഇത്. ബഹീറ പ്രവചിച്ചു. അപ്പൊ ഇതാ ഈ ഖുറൈശി തമ്പുരാക്കന്മാര് കൂടെയുണ്ടല്ലോ, അവര് ചോദിച്ചു, ഫഖാല ലഹു അശ്യാഹു ഖുറൈശിൻ വമാ അഅലമക ബിഹാദാ. ഈ വിവരം എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയത്? ഞങ്ങളെ കൂട്ടത്തിലുള്ള ഈ ചെറിയ പയ്യനെ പിടിച്ച്, യതീമായ പയ്യനെ പിടിച്ച്, ഇത് വരുന്ന കാലത്ത് വലിയൊരു നേതാവായി മാറുമെന്ന് പറയാൻ ലോകാനുഗ്രഹിയായ തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് എന്ന പ്രവചനം നടത്താൻ നിങ്ങൾക്കെന്താണ് പ്രചോദനം എന്ന് അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്ന ഒന്നുമല്ല, ഇന്നകും ഹീന അശ്റഫ്തും മിൻ മക്കത വൽ ഗമാമതു തുളില്ലുഹു ഫൗക റഅസിഹി. നിങ്ങൾ മക്കയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഓരോ കുന്നും മലയും ഇറങ്ങി വരുമ്പോ ഞാൻ ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ യാത്രാ സംഘത്തോടൊപ്പം മേഘം ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഇവന് തണലിട്ട് കൊടുത്തുകൊണ്ട്, ഇവന് വെയിൽ കൊണ്ടുകൂടാ എന്ന് കരുതി ഈ കുഞ്ഞിന്റെ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേദഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട്, ഇൻജീലിൽ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട്, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി. നടക്കുമ്പോൾ അദ്ദേഹത്തിന് മേഘങ്ങൾ തണലിട്ട് കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ യാത്രാ സംഘത്തിനെ തണലിട്ടു മേഘം ഇങ്ങനെ നീങ്ങുന്നത് കണ്ടപ്പോ ഈ കുട്ടിയെങ്ങാനും ഇക്കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ എന്റെ ആരാധനാ മണ്ഡപത്തിൽ നിന്ന് എന്റെ പതിവിന് വിരുദ്ധമായി ഞാൻ ഇവിടെ ഇറങ്ങി വന്നത്. ഇദ്ദേഹം പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. എന്നിട്ടോ ഈ കുട്ടിയെ ഞാൻ എങ്ങനെയാ തിരിച്ചറിഞ്ഞതെന്നറിയോ നിങ്ങൾ? വലം മാത്രമല്ല, നിങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ, നിങ്ങൾ മക്കയിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഈ കുട്ടിക്ക് തണലിട്ട് കൊടുത്തുകൊണ്ട് മേഘം നീങ്ങുന്നുണ്ടായിരുന്നു. മാത്രമല്ല, വലം യബ്ക ഹജറും വലാ ശജറും ഇല്ലാ ഖറ ലഹു സാജിദാ. ഒരു കല്ലോ ഒരു മരമോ ഇദ്ദേഹം പോരുന്ന വഴിയിൽ ഇദ്ദേഹത്തിന് സാഷ്ടാംഗം നമിക്കാത്തതില്ല. ഇദ്ദേഹത്തിനോട് വിനയം കാണിക്കാത്ത ഒരൊറ്റ കല്ലോ ഒരു മരമോ ഞാൻ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കല്ലും മരവുമൊക്കെ സുജൂദ് ചെയ്യുക. വലാ യസ്ജുദാനി ഇല്ലാ ലിനബിയ്യ. പ്രവാചകനല്ലാതെ അത് സുജൂദ് ചെയ്യില്ല. പിന്നെ ഞാൻ നേരത്തെ എന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ച ഒരടയാളമുണ്ട്, അതുണ്ടോ എന്നാ ഞാൻ ഈ വന്ന് നിങ്ങളെങ്ങനെ തപ്പി നോക്കിയത്. അപ്പം നുബുവ്വത്തിന്റെ മുദ്ര കൊണ്ടാണ്, നുബുവ്വത്തിന്റെ മുദ്ര, തന്റെ തോളിലുള്ള നുബുവ്വത്തിന്റെ മുദ്ര കൊണ്ടാണ് ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹിയെ തിരിച്ചറിഞ്ഞത്. ഇതും ഈ കുഞ്ഞിനുണ്ടല്ലോ. അതുകൊണ്ട് ഇത് പറഞ്ഞ് ഇവർ യാത്ര പോയി. തിരിച്ചു വരുന്ന സമയത്ത് ഇവരെ ഒന്ന് സൽക്കരിക്കണം. കാരണം ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് സൽക്കരിക്കലാണ്. ഈ യാത്രാ സംഘത്തെ സൽക്കരിക്കണമെന്ന് കരുതി തിരിച്ചു വരുമ്പോഴേക്ക് فصنع لهم طعاما فلما أتاهم به كان صلى الله عليه وسلم في رعاية الإبل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ ഇവരെ ഭക്ഷണം ഉണ്ടാക്കി ഇവരെ സൽക്കരിച്ചു. അപ്പൊ ഇവരൊക്കെ വന്നു ഭക്ഷണത്തിന്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകത്തെ പരിപാലിച്ചുകൊണ്ട്, ഒട്ടകത്തിന് തീറ്റ കൊടുത്ത്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ബഹീറ കാര്യമായിട്ട് ലക്ഷ്യമിട്ടത് ഇക്കുട്ടിയെയാണ്. ബഹീറ വീണ്ടും ആളെ വിട്ടു.
അങ്ങോട്ട് ആളെ വിട്ടിട്ട് റസൂലുള്ളാഹിനെ വരുത്തി. ഫഅർസലൂ ലഹു ഫഅഖബൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. വഅലൈഹി ഗമാമത്തുൻ തുബില്ലുഹു. നബി തങ്ങൾ വരുമ്പോൾ നബി തങ്ങളുടെ പിന്നാലെ അതാ മേഘം തണലിട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. ബഹീറ പറഞ്ഞു, നോക്കൂ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ കുഞ്ഞൻ വരുമ്പോൾ ഈ കുഞ്ഞന്റെ മുകളിൽ നിങ്ങൾ കണ്ടോ മേഘം അദ്ദേഹത്തിനനുസരിച്ച് നീങ്ങുന്നത്? കഴിഞ്ഞില്ല, കേറി വന്നിട്ട് ഒരു മരച്ചുവട്ടിലാണ് ഇവരിയ്ക്കുന്നത്. ചുവട്ടിലാണ് ഇവർക്ക് ഭക്ഷണം ഒരുക്കിയത്. ആ മരച്ചുവട്ടിൽ, നല്ല തണലുള്ള മരച്ചുവട്ടിൽ ഇവരൊക്കെ ഇരുന്ന് ഫുള്ളായിട്ടുണ്ട്. അവിടത്തേക്കാണ് റസൂലുള്ള കയറി വന്നത്. ഫലമ്മാ ജലസ വകാനൂ ഖദ് സബഖൂഹു ഇലാ ഫൈഇശ് ശജറ. ഈ വൃക്ഷത്തിന്റെ തണൽ ഇവർ തന്നെ നേരത്തെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് റസൂലുള്ളാന്റെ മുമ്പ്. അങ്ങനെ റസൂലുള്ള വന്ന് ഇരുന്നപ്പോ റസൂലുള്ളാക്ക് തണലില്ല. ഫമാലത്ത് ഇലൈ. അപ്പോൾ ഈ വൃക്ഷം അള്ളാഹുവിന്റെ ഹബീബിന് തണല് കിട്ടാൻ അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന രംഗം കണ്ടപ്പോ അവിടെ പറഞ്ഞു, ബഹീറ ഉംദുറു, നോക്കടോ, ഇലാ ഫൈഇശ് ശജറ, മരത്തിന്റെ നിഴൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? ഈ കുട്ടി വന്ന് നിന്നപ്പം കണ്ടോ നിങ്ങൾ മരത്തിന്റെ നിഴലെവിടെ? ഇലാ ഫൈഇശ് ശജറ മാല ഇലൈഹി, ഈ കുട്ടിയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ഈ കുട്ടിയെയും കണക്കിലെടുത്തതാ മരം അങ്ങോട്ട് ചാഞ്ഞു കൊടുത്തിരിക്കുന്നു നിഴൽ ഈ കുഞ്ഞിന് ലഭിക്കാൻ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞ് ചില്ലറക്കാരനല്ല. ഹാദാ സയ്യിദുൽ ആലമീൻ വഹാദാ റസൂലുള്ളാഹ് യബ്അസുഹു റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് അന്ന് ബഹീറ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതാണ് മിസ്ലൽ ഗമാമതി അന്നാസാറ സായിറതൻ തഖീഹി ഹർറബതി സില്ലിൽ ഹദീരി ഹമീ വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ കറമി വകുല്ലു തർഫിൻ മിനൽ കുഫാരി അൻഹു അമീ. അതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂലിന് കമർ പിളർന്ന സംഭവം പറയുന്നുണ്ട്. എല്ലാം പറയുമ്പോഴേക്ക് സമയം നഷ്ടപ്പെടുമെന്ന് കരുതിയാണ് പരമാവധി ചുരുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മാത്രം എടുക്കുകയാണ്. അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖി ഇന്നലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തുൽ ഖസമി എന്ന ഒരു വരി അതിന്റെ ഇടയിൽ അവിടെ ഉണ്ട്. വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ കറമി വകുല്ലു തർഫിൻ മിനൽ കുഫാരി അൻഹു അമീൻ. എന്തേ പറഞ്ഞത്? വമാ ഹവൽ ഗാർ, സൗറിലെ ഗുഹ, സൗറു പർവ്വതത്തിലെ ഗുഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുമ്പോ റസൂലുള്ളാഹിയും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ഒളിച്ചിരുന്ന ഗുഹയാണല്ലോ, ഇതെല്ലാവർക്കും അറിയാം. വമാ ഹവൽ ഗാർ, ഉൾക്കൊണ്ട, ആ ഗുഹ ഉൾക്കൊണ്ട, മിൻ ഖൈരിൻ വമിൻ കറമി, ഗുഹ ഉൾക്കൊണ്ട ഖൈറും കറമും അഥവാ നന്മയും ഔദാര്യവും. ഗുഹയിൽ ഉൾക്കൊണ്ട നന്മയും ഔദാര്യവും എന്ന് പറഞ്ഞാൽ നന്മയുടെ വക്താവും ഔദാര്യത്തിന്റെ വക്താവും അവിടെയുണ്ട്. ഖൈറിന്റെ വക്താവ് എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചാണ്. ഔദാര്യത്തിന്റെ കറമിന്റെ ധർമ്മത്തിന്റെ വക്താവ് എന്ന് പറഞ്ഞത് സിദ്ദീഖിനെ കുറിച്ചാണ്. ഇവർ രണ്ടാളുമാണ് നന്മയുടെയും ഔദാര്യത്തിന്റെയും വക്താക്കളെ ആ ഗുഹ ഉൾക്കൊണ്ടിരുന്നു. അവരെയും പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത്. കാഫിരീങ്ങളുടെ മുഴുവൻ കണ്ണും, സത്യനിഷേധികളുടെ മുഴുവൻ കണ്ണും അവരെ കാണുന്നതിനെ തൊട്ട്, ആ ഗുഹയെ തൊട്ട് അന്ധത ബാധിച്ചു പോയവർക്ക് സത്യനിഷേധികളുടെ കണ്ണ് ആ ഗുഹയിലുള്ളത് കാണുന്നതിനെ തൊട്ട് അവർക്ക് അന്ധത ബാധിച്ചു പോയി. പിന്നിൽ വരുന്നവർക്ക് ഇരിക്കാൻ വിഷമമുണ്ട്. ഈ 2-3 കസേര ഇവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിലേക്കൊന്ന് കയറിയിരുന്നാൽ കൂടുതൽ സൗകര്യമാണ്. ബാക്കിൽ ഇരിക്കുന്നവരൊന്ന് മുന്നിലെ കസേരയിലേക്ക് കയറി. പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്നിട്ട് മഹാനായ ഇമാം ബൂസീരി പറയുന്നു, എന്താ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗുഹയിലുണ്ട്. ഫസ്വദുകു ഫിൽ വാരി വസ്ദീഖു ലം യരിമാ. കണ്ടോ, ഫസ്വദുകു ഫിൽ ഗാർ, സത്യസന്ധത ഈ ഗുഹയിലുണ്ട്. വസ്ദീഖു, സത്യസന്ധനുമുണ്ട്. സത്യവും സത്യസന്ധനുമുണ്ട് ഗുഹയിൽ. സിദ്ദീഖ് എന്ന് പറഞ്ഞത്, സത്യസന്ധൻ എന്ന് പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. സത്യം എന്ന് പറഞ്ഞത് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സത്യം പറഞ്ഞു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ഇന്ന് സത്യം എന്ന് പറയുമ്പോഴേക്ക് ഹബീബ് എന്ന് ഓർമ്മ വരും. ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഈ ഗുഹയിൽ സിദ്ദീഖുമുണ്ട്, സിദ്ദീഖുമുണ്ട്, സത്യവുമുണ്ട്, സത്യസന്ധരുമുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തന്റെ പ്രിയപ്പെട്ട ഉറ്റ തോഴൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലം യരിമ, അവരവിടെ തന്നെ ഉണ്ട്, അവരവിടെ നിന്ന് പോയിട്ടില്ല, അവരവിടെ തന്നെ ഉണ്ട്. ലം യരിമ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ നരിമി, അവരവിടെ തന്നെ ഉണ്ട് സിദ്ദീഖും റസൂലും. പക്ഷേ വഹും യഖൂലൂന, ഈ കാഫിരീങ്ങൾ പറയുന്നത് എന്താ? നിഷേധികൾ, ഇവരെ തെരഞ്ഞെത്തിയ നിഷേധികൾ എന്തു പറയുന്നു? ഇവരെ തെരഞ്ഞെത്തിയ നിഷേധികൾ പറയുന്നത് മാ ബിൽ ഗാരി മിൻ അരിമി, മിൻ അരിമി മിൻ അഹദി, മാ ബിൽ ഗാരി മിൻ അരിമി, ഗുഹയിൽ ഒരാളുമില്ല, ഗുഹയിൽ ഒരൊറ്റ കുട്ടിയുമില്ലെന്ന് അവർ അഭിപ്രായം പറയുന്നു. എന്തേ കാരണം? ആ വരികളിൽ തന്നെ മഹാനവറുകൾ അത് മുഴുവനും വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്താ? ഇവർ ഈ ഗുഹാമുഖത്ത് വന്ന് നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് ഹിജറക്കുള്ള അനുമതി കിട്ടിയപ്പോ സിദ്ദീഖുൽ അക്ബറിനെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ പൊട്ടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് വീട്ടിൽ വന്ന് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ യുക്തിപരമായിട്ട് തന്റെ വീട്ടിൽ നിന്ന് ഒഴിക്കുകയാണ്. കാരണം ഇന്നു രാത്രി തന്റെ വീട് വളയും മുശ്രിക്കുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാർത്ത കിട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു ചെയ്യണമെന്ന് അല്ലാഹു നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നബി തങ്ങളുടെ പൊന്നുമോളോട് മാറി നിൽക്കാൻ പറയുന്നു. മോളെ, നീ ഇന്ന് തൽക്കാലം ഈ വീട്ടിൽ നിന്ന് മാറണം. നിന്റെ ഇളയമ്മയുടെ വീട്ടിലേക്ക്, നിന്റെ മൂത്തമ്മയുടെ വീട്ടിലേക്ക്, ഖദീജ ബീവിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക്, ഹാലത്തിന്റെ വീട്ടിലേക്ക് നീ മാറണമെന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ചോദിച്ചു, ഉപ്പാ, എന്തിനാണ് ഉപ്പാ ഇത്? നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് എന്നെ മാറ്റുന്നത്? ഇന്ന് വരെ എന്റെ ഉപ്പ എന്നോട്, എന്നെ കാണാഞ്ഞാൽ എന്റെ ഉപ്പാക്ക് ഉറക്കം വരില്ലല്ലോ. ഈ അവസ്ഥയിൽ ഇന്ന് വരെ നിങ്ങൾ എന്നോട് മാറാൻ പറഞ്ഞിട്ടില്ല. ഇന്നെന്റെ ഉപ്പ പറയുമ്പം എന്തോ ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, പറയണം ഉപ്പാ, ഞാൻ മാറുകയില്ല. അല്ല മോളെ, നീ മാറണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയും നിർബന്ധിച്ചു പറഞ്ഞ സമയത്ത് ഫാത്തിമ ബീവി പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും മാറുന്ന പ്രശ്നമില്ല, വിഷയം എന്താണെന്ന് പറയണം. അപ്പോഴാണ് റസൂലുള്ള പറയുന്നത്, മോളെ, നിന്റെ പെണ്ണുപ്പയെ ഇന്ന് ഈ വീട്ടിലിട്ട് അർദ്ധരാത്രി വധിച്ചു കളയാൻ വേണ്ടി ശത്രുക്കൾ വീട് വളയും. അതുകൊണ്ട് എന്റെ പൊന്നുമോൾ ഇവിടെ നിന്ന് ഒഴിയണമെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ പറയുന്നു, എന്റെ പൊന്നുപ്പാ, അങ്ങ് അർദ്ധരാത്രിയിൽ കൂരിരുട്ടിൽ ഈ വീട്ടിൽ നിന്ന് കഷ്ണം മുറുക്കപ്പെടുമ്പോ, അങ്ങയെ അതിക്രൂരമായ രൂപത്തിൽ അങ്ങയെ മർദ്ദിക്കുമ്പോ ഈ പാവപ്പെട്ട ഫാത്തിമ സുഖമായി മൂത്തമ്മയുടെ വീട്ടിൽ ഉറങ്ങുകയോ ഓർക്കാൻ പോലും വയ്യ. ഞാൻ സുഖമായി കാടനിദ്രയിൽ കഴിയുമ്പോൾ എന്റെ പൊന്നുപ്പ ഇവിടെ വെച്ച് കഷ്ണം നുറുക്കുകയാണെങ്കിൽ ഞാനത് സഹിക്കില്ല. നിങ്ങളുടെ കൂടെ ഞാനും നുറുങ്ങാൻ തയ്യാറാണുപ്പാ എന്ന് ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് റസൂലുള്ള പറഞ്ഞു, പ്രിയപ്പെട്ട ഫാത്തിമ, നിന്റെ ഉപ്പയോട് അങ്ങേയറ്റത്തെ വാത്സല്യമുള്ള നീയ്, സ്നേഹമുള്ള നീയ്, നിനക്ക് മോളെ നിന്റെ ഉപ്പക്ക് വല്ലതും പറ്റുമോ എന്ന് കരുതിയാണ് നീ വീട് മാറില്ലെന്ന് പറയുന്നതെങ്കിൽ മോളെ, നീ മാറിയേ പറ്റുമോളെ. കാരണം എന്തേ? നിന്റെ വാപ്പാക്ക് അല്ലാഹു ഒരു ഓഫർ തന്നിട്ടുണ്ട്, നിന്റെ വാപ്പക്ക് അല്ലാഹു ഒരു ഓഫർ തന്നിട്ടുണ്ട്. അതെന്റെ മോൾക്ക് ആ ഓഫർ ഇല്ല മോളെ. ഫാത്തിമ ബീവി ചോദിച്ചു, എന്താണ് പാടു, എന്താണത്? നിങ്ങൾക്ക് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. വല്ലാഹു യഅസിമുക മിനന്നാസ്, വല്ലാഹു യഅസിമുക മിനന്നാസ്. ഫാത്തിമ, അല്ലാഹു എന്നോട് പറഞ്ഞതാണ്, നബിയെ, നിങ്ങളെ ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് അങ്ങയെ നമ്മൾ സംരക്ഷിക്കും, എന്റെ ഒരു രോമത്തിന് പോലും പോറലേൽക്കില്ലെന്ന് അല്ലാഹു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട ഫാത്തിമ, നിനക്ക് ആ ഓഫർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. പക്ഷേ എന്നെ കിട്ടാത്ത അരിശം എന്റെ പൊന്നുമോളോട് തീർത്താൽ പിന്നെ ഞാൻ എന്തിനാ മോളെ ജീവിക്കുന്നത്? അതുകൊണ്ട് നിന്റെ ഉപ്പക്കൊരു ചുക്കും വരില്ല, ഉറപ്പാണ്, നീ നടക്കണം മോളെ. ഫാത്തിമ ബീവി പറയുന്നു, എന്റെ ഉപ്പക്ക് ഒന്നും വരില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ ഉപ്പയുടെ നിർബന്ധപ്രകാരം ഞാൻ ഹാലത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഉപ്പ എന്നോട് പറഞ്ഞു, അവരെത്ര ചോദിച്ചാലും സംഗതി പറയരുത്. അതാ ഹാലത്തും കൂട്ടരും ചോദിക്കുന്നു, അല്ല മോളെ ഫാത്തിമ, പതിവില്ലാത്ത പെട്ടെന്നൊരു വരവ്, ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു വിരുന്നു വരവ്, ഒന്നുമല്ല, വിരുന്നു വരാൻ താല്പര്യമുണ്ടായപ്പം വന്നതാ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി അങ്ങനെ തന്നെ പറഞ്ഞു. കാരണം ഉപ്പ പറഞ്ഞത് അങ്ങനെ തന്നെ പാലിക്കുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഫാത്തിമ പറയുന്നു, അവരൊക്കെ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്.
എന്നെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെവിടെ ചിരി, എവിടെ കളി, എവിടെ തമാശ? കാരണം എന്റെ ഫിക്ർ മുഴുവനും അവിടെയല്ലേ. അതാ രാത്രിയായി, ഭക്ഷണം കഴിച്ചെല്ലാവരും ഉറങ്ങുമ്പം രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോ അർദ്ധരാത്രി വരെ ഞാൻ എന്റെ ശരീരം തിരിച്ചും മറിച്ചുമിടുന്നു. ഞാൻ എന്റെ ശരീരം ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഉറക്കം വരാഞ്ഞിട്ട്. അങ്ങനെ കുറെ നേരം കിടന്നപ്പോ അർദ്ധരാത്രിയായപ്പോ ഞാനൊന്ന് ചിന്തിച്ചു, പഠിച്ചവനെ, എന്റെ പൊന്നുപ്പ പറഞ്ഞ സമയം ഇതാണല്ലോ. എന്റെ വീട്ടിൽ എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ഉപ്പക്ക് പൂർണ്ണമായ സേഫ്റ്റി ഉണ്ടെന്നാലും പഠിച്ചവനെ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ, ഞാൻ ഈ പേടിക്കുന്നത് പോലെ എങ്ങാനും എന്റെ വീട്ടിൽ എന്റെ ഉപ്പ എങ്ങാനും കഷ്ണം മുറുക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ, എന്റെ ഉപ്പ കൊല്ലപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ എന്നോർത്തപ്പോഴേക്ക് എന്റെ മനസ്സിലേക്ക് മറ്റൊരാശയവും കൂടെ വന്നു. അതെന്താ? പഠിച്ചവനെ, എന്റെ ഉപ്പയെ സമാധാനിപ്പിക്കാൻ ഒരാൾ എന്റെ ഉപ്പാന്റെ കൂടെ ഇല്ലല്ലോ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. അന്ന് ബീവി ഫാത്തിമയെ അലിയാന് കല്യാണം കഴിച്ചിട്ടില്ല, റസൂലുള്ളാഹിന്റെ പുതപ്പിൽ കിടത്തിയിറക്കാനാണ്. പക്ഷേ ഫാത്തിമ ബീവി ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ എന്റെ ഉപ്പയുടെ അത്താണി, എന്റെ ഉപ്പക്കൊരു ആശ്വാസ വാക്ക് പറഞ്ഞിരുന്നത് എന്റെ പ്രിയപ്പെട്ട മാതാവ് ബീവി ഖദീജയാണല്ലോ. എന്റെ പൊന്നുമ്മ മരിച്ചു പോയല്ലോ, എന്റെ ഉമ്മക്കൊരു ആശ്വാസ വാക്ക് പോലും പറയാൻ ആളില്ലല്ലോ. ഇതെന്ന് ചിന്തിച്ചപ്പോഴേക്ക് എന്റെ കണ്ണുകൾ അറിയാതെ പൊട്ടിയൊഴുകി. ഞാൻ തലയിണയിലേക്ക് എന്റെ മുഖം പൊത്തി, തലയിണ കണ്ണീരിൽ കുതിർന്നു പോയി. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറയുന്നു, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. നേരം വെളുത്തപ്പോഴേക്ക് ഞാൻ ഓടി വന്നു. അലിയാരെ കണ്ട് വിഷയം അന്വേഷിച്ചപ്പോഴാണ് ഇല്ല, എന്റെ ഉപ്പ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോഴാണ് സലാമത്തായത്. ഇതാണ് ഈ ഹിജ്റ. എത്രമാത്രം ഗൗരവമുള്ളതാണ് ഇതെന്ന് ഓർക്കണം നിങ്ങൾ. എത്രമാത്രം ഭയാനകമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാസീൻ സൂറയിലെ ഒന്നാമത്തെ ആദ്യ ഭാഗം, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ഫഹും ലാ യുബ്സിറൂൻ എന്ന ഭാഗം വരെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഓതി അത് മണ്ണിൽ മന്ത്രിച്ചാൻ അതാ പുറത്തേക്ക് എറിഞ്ഞത്. അവരുടെയൊക്കെ കണ്ണിലായി. റസൂലുള്ള പതുക്കെ ശ്വാസം അടക്കി പിടിച്ചു വാതിൽ തുറന്ന് ആരും അറിയാതെ, നിലമറിയാതെ പതുക്കെ നടന്നു. തടി സലാമത്താക്കിയതല്ല. ഹബീബ് ഇറങ്ങി വന്നു. പിശാചപ്പോഴേക്ക് സ്ഥലം വിട്ടു. ഹബീബ് ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബദാ അവിടെ വന്നിട്ടു അവരുടെ ഉറങ്ങിക്കിടക്കുന്ന ഇവരോടൊക്കെ ചോദിച്ചേടോ, കൂർക്കം വലിച്ചുറങ്ങുകയാണല്ലേ, എന്നാൽ ഒന്നും കൂടെ ഉറങ്ങിക്കോ, അല്പം മണ്ണും കൂടെ എടുത്തിട്ട് ഇവരുടെയൊക്കെ തലയിലിട്ട് കൊടുത്തു. തലയിലിട്ട് മര്യാദക്ക് അങ്ങ് കിടത്തിയിറക്കി. ഹബീബ് നടന്നു നീങ്ങുന്നു. ആ നടത്തത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിയുടെ കാല് പൊട്ടിയപ്പം സ്വദീഖുൽ അക്ബർ എടുത്ത് തോളിലിട്ടത്. നടന്ന് നടന്ന് വാഹനം ഏർപ്പാട് ചെയ്യുന്നിടത്ത് വരെ അവിടുന്ന് വാഹനത്തുമലാ പോകുന്നത്. അങ്ങനെ ഗാറ് സൗർ എന്ന ഗുഹയിലെത്തുന്നു. ആ ഗാറ് സൗർ എന്ന ഗുഹയിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സ്വദീഖ് പറയുന്നു, നബിയെ കയറരുത്, നബിയെ ലാ തദ്ഖുൽഹു ഹത്താ അദ്ഖുലഹു യാ റസൂലല്ലാഹ്. നബിയെ ഞാൻ കടക്കാതെ നിങ്ങൾ ആ ഗുഹയിൽ കടക്കരുത്. കാരണം ആ ഗുഹയിൽ വല്ല വിഷമങ്ങളും ഉണ്ടെങ്കിൽ ഫഇൻ കാന ഫീഹി ശൈഉൻ യുദീ, നബിയെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന വല്ലതും ആ ഗുഹയിലുണ്ടെങ്കിൽ നസല ബി ഖബലക യാ റസൂലല്ലാഹ്, നിങ്ങൾക്കതെത്തുന്നതിന്റെ മുമ്പ് എനിക്കെത്തിക്കോട്ടെ. കാരണം ഞാൻ മരിച്ചെങ്കിലൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ അങ്ങൊരു വലിയ ദൗത്യവുമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. നബിയെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സ്വദീഖുൽ അക്ബർ പറഞ്ഞ് അവിടെ കടന്നു. എന്നാൽ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീർഘനേരം തോളിലിട്ട് കൊണ്ടുവന്ന് ക്ഷീണിച്ച സ്വദീഖുൽ അക്ബറെ ഇതിൽ കടന്നിട്ട് ഇനിയൊക്കെ കണ്ടതുപോലെ കൂട്ടിക്കോ എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞോ? ഇല്ല, ഇവിടെ ഞാൻ എത്തിച്ചു തന്നില്ല. ഇല്ല, അത്രയും ക്ഷീണിച്ച സ്വദീഖ് നബി തങ്ങളോട് പറയുന്നു, നബിയെ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകും, കുറെ നടന്നതല്ലേ. സ്വദീഖ് റസൂലുള്ളാഹിൻ തോളിലിട്ടാ നടന്നത്. എന്നിട്ട് സ്വദീഖ് പറയുന്നു, ഹബീബന്റെ മടിയിൽ തല വെച്ചുറങ്ങണം. അങ്ങനെ ഉറങ്ങുമ്പം എല്ലാ ദ്വാരങ്ങളും അടച്ചു വെച്ചപ്പോ ഒരു ദ്വാരം ബാക്കി വന്നപ്പോ അതിലേക്ക് തന്റെ തള്ളവരൽ തള്ളിവെച്ചു. എന്തെങ്കിലും വിഷജന്തുക്കൾ ഉണ്ടെങ്കിൽ ഹബീബിനെ കടിക്കരുതെന്ന് കരുതി. അപ്പോഴാണ് അതിനുള്ളിലുള്ള ഒരു മഹാസർപ്പം ബഹുമാനപ്പെട്ട സ്വദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ആഞ്ഞു
കൊത്തി. ആ വേദന, ആ കൊത്തിന്റെ വേദന ബഹുമാനപ്പെട്ട സിദ്ദീഖിന്റെ തലച്ചോറിലേക്ക് കയറുന്നു. സഹിക്കാൻ കഴിയുന്നില്ല, കടിച്ചമർത്തി. കാരണം എന്തേ? കാലനക്കിയത് പോലുമില്ലെന്നാ പറയുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ അങ്ങനെയാ പറയുന്നത്. എന്തേ കാലനക്കാതിരുന്നത്? കാലനങ്ങിയാൽ അള്ളാഹുവിന്റെ ഹബീബ് ഉണരൂലേ? മൃഗങ്ങളുടെ ഉറക്കത്തിന് ശല്യാവൂലേ എന്ന് കരുതിയിട്ട് കാലുപോലും ഇറക്കിയില്ല. സുഹൃത്തെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ ഉസ്താദല്ല, തങ്ങളല്ല, മടി കിടക്കേണ്ട ഒരു കൊതുക് എടുത്താൽ നമ്മൾ തട്ടിയിടൂലേ? അല്ലേ? ഞാനും നിങ്ങളും തമ്മിലുള്ള മാറ്റം ചിന്തിച്ചു നോക്കൂ. നമ്മളും സഹാബത്തും തമ്മിലുള്ള മാറ്റം. അള്ളാഹുവിന്റെ റസൂല് മടിയിൽ കിടന്നുറങ്ങുന്നത്. അപ്പൊ റസൂലുള്ളാന്റെ സുഖനിദ്രക്ക് തടസ്സാകരുതെന്ന് കരുതിയിട്ട് ഈ കോലത്തിൽ കടഞ്ഞിട്ട് കാൽ അനക്കുന്നില്ല. പക്ഷേ അവയവത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, കാലും കൈയും ശരീരമൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. പക്ഷേ കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വേദനയുടെ കടുപ്പം കൊണ്ട് സിദ്ദീഖിന്റെ കണ്ണിൽ നിന്ന് അതാ കണ്ണുനീര് ഹബീബിന്റെ പൂമുഖത്തേക്ക് മുറ്റി വീണു. ആ കണ്ണുനീരിന്റെ ഈർപ്പം തട്ടിയപ്പം ഹബീബ് അങ്ങ് ഉണർന്നു. ഹബീബ് ചോദിച്ചു, മാലക്കയാ അബൂബക്കർ, മാലക്കയാ അബൂബക്കർ. അബൂബക്കർ, എന്തു പറ്റിപ്പോയി അബൂബക്കറെ നിനക്ക്? എന്തിനെ നീ കരയുന്നത് അബൂബക്കറെ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ വിനയപുരസ്സരം പറയുന്നു, നബിയെ അങ്ങ് കിടന്നുറങ്ങിക്കോളൂ, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു സർപ്പം കടിച്ചതാണ്. നോക്കൂ നിങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് പറഞ്ഞൂടെ വിഷയം എന്ന് ചോദിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ബറക്കത്താക്കപ്പെട്ട പുണ്യമായ ആ ഉമിനീരെടുത്ത് ആ മുറിവിലങ്ങ് പുരട്ടിക്കൊടുത്തു. ആ സെക്കൻഡിനങ്ങ് വേദന അസ്തമിച്ചതാണ്. പിന്നെ ഞാൻ വേദന അറിഞ്ഞിട്ടില്ലെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഈ സിദ്ദീഖുൽ അക്ബറിന്റെ മഹബ്ബത്തിന്റെ കടുപ്പം കൊണ്ട് അല്ലാഹു എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്തട്ടെ. ഇമാം ബൂസീരിയുടെ കൂടെ അല്ലാഹു സ്വർഗത്തിൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ കറമി വകുല്ലു തുർഫിൻ മിനൽ കുഫാരി അൻഹു അമീ ഫസ്ദിഖു ഫിൽ ഗാരി വസ്ദിഖു ലം യരിമാ. സുദുക്കും സിദ്ദീഖും ഒക്കെ അവിടെ ഉണ്ട്, സത്യവും സത്യസന്ധനും ഒക്കെ ഗുഹയിൽ തന്നെ ഉണ്ട്. പക്ഷേ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ നരിമി, പക്ഷെ അവര് പറയുന്നു ഗുഹയിൽ ആരുമില്ലെന്ന്. എന്തേ കാരണം? വന്നുൽ ഹമാമ വലന്നുൽ അങ്കബൂതഅല ഖൈറിൽ ബരിയതി ലം തൻസുദ് വലം തഹബീ. ഒന്നുമല്ല, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുഹമ്മദ് ഈ ഗുഹയിലെങ്ങാനും വന്നിരിക്കുന്നുണ്ടാകുമോ എന്നിവർ അഭിപ്രായം പറഞ്ഞു. ഇവര് ഗുഹാമുഖത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ താഴ്ന്നിങ്ങനെ കാണാനും മടമ്പ് കാലുകളുടെ കാൽപാദത്തിന്റെ അടിഭാഗം ഇങ്ങനെ കണ്ടപ്പോ സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, നബിയേ, പതുക്കെ ചോദിച്ചു, ഒരാളെങ്ങാനും താഴോട്ട് നോക്കിയാൽ. നബിതങ്ങൾ ചോദിച്ചു, എന്തിനാ സിദ്ദീഖേ നീ പേടിക്കുന്നത്? ഈ ഗുഹയിലുള്ള രണ്ടാളുകൾക്ക് മൂന്നാമത്തെ ഒരുത്തൻ അല്ലാഹുവല്ലേ, നീ എന്തിന് പേടിക്കണം സിദ്ദീഖേ എന്ന് ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഗുഹയിൽ നിന്ന ഘട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ മുകളിൽ നിന്ന് ഇവർ ഈ അഭിപ്രായം പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു. എന്തേ പറഞ്ഞത്? ഈ ഗുഹയിലൊന്നും മുഹമ്മദും സിദ്ദീഖും ഉണ്ടാകും, മുഹമ്മദ് ഉണ്ടാകൂല. എന്തേ കാരണം? ഈ ഗുഹയുടെ മുഖത്ത് ഇവർ വരുമ്പം പ്രാവ് വട്ടമിട്ട് പറക്കുന്നതാ കണ്ടത്. പ്രാവ് കൂടുകൂട്ടി വട്ടമിട്ട് പറക്കുന്നു. ആൾവാസമുണ്ടെങ്കിൽ പ്രാവ് ഒഴിഞ്ഞു പോകൂലേ? എന്നല്ല, ചിലന്തി വല കെട്ടിയിട്ടുണ്ട്. മുഹമ്മദ് അങ്ങോട്ട് കടക്കുമ്പോ ഈ ചിലന്തിയുടെ വല പൊട്ടൂലേ? നമ്മൾ ഉടനെ തന്നെ പോന്നിട്ടുണ്ട് ഇവരുടെ പിന്നാലെ. പിന്നെ ഒരു ചിലന്തിയുടെ വല കെട്ടാനായോ? അള്ളാഹു പിന്നെ ഒരു ചിലന്തിയോട് കെട്ടാൻ പറഞ്ഞതാ. ആ ചിലന്തിയുടെ ബർക്കത്ത് ഇത്രയായിരിക്കും. അള്ളാഹുവിന്റെ റസൂലിന് വാറുസൗറിന്റെ മുഖത്ത് വല കെട്ടാൻ കഴിഞ്ഞ ഒരു ചിലന്തിയായിരുന്നു നമ്മളെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ രക്ഷപ്പെട്ടില്ലായിരുന്നോ? അവിടെ വട്ടമിട്ട് പറക്കാൻ കഴിഞ്ഞ ഒരു പ്രാവായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും സലാമത്തായിട്ടില്ലായിരുന്നോ? നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തികളാണ്. അവരെക്കാൾ അത്യുന്നതങ്ങൾ നമുക്ക് കീഴടക്കാൻ പറ്റും. പക്ഷേ നമുക്കുണ്ടോ ബോധം? അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് പിൻപറ്റി അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു. ഇവിടെ ഇതാ 1 കോടി സ്വലാത്തിന്റെ ദുആ മജ്ലിസ് നടക്കുന്നു. അതിലേക്ക് എന്റെ വക 1000 സ്വലാത്തെങ്കിലും കിടക്കട്ടെ എന്ന് കരുതി ചൊല്ലിയവരെത്രയുണ്ട്, അത് കൊടുത്തവരെത്രയുണ്ട് എന്നും സയ്യിദ് അവർകൾ നമ്മളോട് പറയുന്നില്ലേ?
ബുർദ പാരായണം ചെയ്യുന്നവരെത്രയുണ്ട്. ഈ ബുർദയെയും സലാത്തിനെയും ഒക്കെ കൊഞ്ഞനം കുത്തുന്ന ഒരു വിഭാഗം മറുഭാഗത്തില്ലേ. ഇവിടെയാണ് നിങ്ങൾ വിഷയത്തിന്റെ ഗൗരവം ചിന്തിക്കേണ്ടത്. അല്ലാഹു അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കട്ടെ. ആരും ദുഷിച്ചു പോകണ്ട, എല്ലാവർക്കും ഹിദായത്ത് അല്ലാഹു കൊടുക്കട്ടെ. പഠിച്ചവരെ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുഹാമുഖത്ത് വലകെട്ടാൻ കഴിഞ്ഞ ഒരു ചിലമ്പി പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ മുട്ടയിട്ട് കൂടുവെച്ച് വട്ടമിട്ട് പറക്കാൻ കഴിഞ്ഞ ഒരു പ്രാവ് പോലും ആകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. സാധുക്കളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ.